ഹലോ എക്സാമിനർ ഫാമിലി. അപ്പോൾ SSLC റിസൾട്ട് വെയിറ്റ് ചെയ്ത മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും കാണണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പുതിയ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് നൽകാനുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ SSLC ചാനലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും +1 ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ +1 ചാനലിലൂടെ ആയിരിക്കും നൽകുന്നുണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, എക്സാമിനറിൻ്റെ +1 ചാനൽ കൂടി എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ SSLC റിസൾട്ട് 2025 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ SSLC റിസൾട്ട് വരുന്ന സൈറ്റുകൾ എന്ന് പറയുമ്പോൾ kerala.result.nic.in എന്ന സൈറ്റ് ഉണ്ട്, ITET സ്കൂൾ എന്ന് പറയുന്ന സൈറ്റൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സൈറ്റുകളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ SSLC റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും. SSLC റിസൾട്ട് ഏകദേശം നമുക്ക് മെയ് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു മെയ് 5th അതിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ റിസൾട്ട് വരും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വാല്യുവേഷൻ ക്യാമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് ആദ്യം നമുക്ക് വാല്യുവേഷൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ വാല്യുവേഷൻ ബ്രേക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, വാല്യുവേഷൻ ഏകദേശം ഏപ്രിൽ ഒരു 20 അല്ലെങ്കിൽ 21 ആയിട്ട് എന്ത് ചെയ്യും, വാല്യുവേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഏപ്രിൽ 21 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് പേപ്പറും നോക്കി കഴിയും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അവർക്കത് സൈറ്റിലേക്ക്, നമ്മുടെ റിസൾട്ട് അറിയുന്ന നേരത്തെ പറഞ്ഞ സൈറ്റിലേക്ക് എന്ത് ചെയ്യണം, ഈ റിസൾട്ടുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം, എല്ലാം എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ മെയ് 5th അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കിൽ എന്ത് ചെയ്യും, നമ്മുടെ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ചില സബ്ജക്റ്റുകൾ എന്താ പറയുക, പൊതുവെ കോമൺലി എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ഏറെക്കുറെ എല്ലാ സബ്ജക്റ്റുകളും ഈസി ആയിരുന്നു. നമുക്ക് SSLCയിൽ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും കെമിസ്ട്രി അല്പം ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് വാല്യുവേഷൻ ക്യാമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ മക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, കെമിസ്ട്രി വളരെ ഈസി ആയിട്ടുള്ള മക്കളും ഉണ്ടാവാം അല്ലേ. ഓരോ കുട്ടികളും ഡിഫറൻറ്റാണ്. അതായത് ഇപ്പോൾ നന്നായിട്ട് എന്താ പറയുക, മാത്സ് ഒക്കെ ചെയ്യാൻ കഴിയുന്നൊരു കുട്ടി, ആ കുട്ടി ചിലപ്പോൾ മലയാളം സെക്കൻഡ് ആയിരിക്കാം ബുദ്ധിമുട്ട്, ചിലപ്പോൾ ഹിന്ദി ആയിരിക്കാം ബുദ്ധിമുട്ട് അല്ലേ. അപ്പോൾ ഓരോ കുട്ടിക്കും എന്തുണ്ട്, എക്സാം ഡിഫറെൻ്റ് ആണ്. SSLC എക്സാം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ എല്ലാവരും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഹിന്ദിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ മലയാളവും അറബിയൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും അല്ലേ. ചിലപ്പോൾ അവർ സയൻസ് സബ്ജക്റ്റിൽ വീക്കായിരിക്കാം. ചിലപ്പോൾ ഈ രണ്ടും എല്ലാ 10 സബ്ജക്റ്റും അല്ലേ 10 A+ കിട്ടുന്ന, ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടികളും ഉണ്ടാവാം. ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള കുട്ടികളും ഉണ്ടാവാം. അപ്പോൾ അതായത് SSLC എക്സാം എല്ലാവർക്കും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി നന്നായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ മാത്സ് നിങ്ങൾ നന്നായിട്ട് എഴുതി നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നിങ്ങൾ എന്താണോ എഴുതിയിട്ടുള്ളത് അതിനുള്ള മാർക്ക് തീർച്ചയായിട്ടും വാല്യുവേഷൻ ക്യാമ്പിൽ അവർ ഇട്ട് തരും. ഓക്കെ, അല്ലാതെ നിങ്ങളുടെ മാർക്ക് കുറക്കാൻ ഒരിക്കലും അവർ നോക്കില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മാർക്ക് തരാൻ പറ്റുമോ. ഇപ്പോൾ നമ്മളൊക്കെ മറന്നു പോകാറുണ്ട്, നമ്പർ ഇടാൻ മറന്നു പോവുക, അല്ലെങ്കിൽ അങ്ങനെ മറിച്ച് പോകുന്നതിനിടയ്ക്ക് ഒരു പേജ് എന്ത് ചെയ്തു, വിട്ടിട്ട് അടുത്ത പേജിലാണ് എഴുതിയത്, ഒരു പേജ് മൊത്തം ബ്ലാങ്ക്, അപ്പുറത്ത് പിന്നെ അടുത്ത നെക്സ്റ്റ് സൈഡിലാണ് എഴുതിയുള്ളത്. ഇനി ഇവർ നോക്കാതെ പോവോ, അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷേ മക്കളെ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ എഴുതിയ എല്ലാ ഭാഗവും അവർ നന്നായിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടാൻ കൂടുതൽ അല്ലേ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്കൊരിക്കലും എന്താവില്ല, ഒരു ദുഃഖമായിട്ട് മാറാതിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വാല്യുവേഷൻ ചില സബ്ജക്റ്റ് ബുദ്ധിമുട്ടാണ്, ചില സബ്ജക്റ്റ് വളരെ ഈസിയാണ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും എക്സാംസ്. ചിലപ്പോൾ കുട്ടികൾക്ക് ബയോളജി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം, ആ കുട്ടിക്ക് ചിലപ്പോൾ കെമിസ്ട്രി ഭയങ്കര ഈസി ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഫൈനൽ വേർഡ്. ഓക്കെ, പിന്നെ റിസൾട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. മെയ് ഫസ്റ്റ് വീക്കിൽ റിസൾട്ട് വരും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഒരു വീക്ക്, അതായത് മെയ് 5-നാണ് റിസൾട്ട് വരുന്നതെങ്കിൽ മെയ് 10-ന് ശേഷം എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് നമുക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ നമ്മുടെ www.hscap.gov.in എന്ന് പറയുന്ന സൈറ്റിലൂടെ ആയിരിക്കും നമ്മുടെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വരിക. ഓക്കെ, ഈ സൈറ്റൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വെച്ചോ.
ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഷമീം സാർ പറഞ്ഞു കേട്ടോ, എങ്ങനെയാണ് അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യണോ അത് അക്ഷയയിൽ കൊടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വന്തമായിട്ടും ചെയ്യാട്ടോ, പക്ഷേ നിങ്ങൾ അക്ഷയയിലാണോ സ്വന്തമായിട്ടാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് എന്താ പറയുക, കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പാളിപ്പോയാൽ നിങ്ങളുടെ അഡ്മിഷനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ, കംപ്ലീറ്റ് ചെയ്യാൻ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഷമീം സാർ എന്ത് ചെയ്യും, അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ റിസൾട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈറ്റിലൂടെ ആയിരിക്കും നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ SSLC റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് സെറ്റാക്കി വെക്കണം. ഓക്കെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, അതായത് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന ക്ലബ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവാം അല്ലേ, ക്ലബ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ സ്വിമ്മിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവാം അല്ലേ, നീന്തൽ സർട്ടിഫിക്കറ്റ് അല്ലേ, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിലൊക്കെ ഉണ്ടാക്കി വെച്ചോ. അത് നമുക്ക് ബോണസ് പോയിന്റിൻ്റെ കാര്യം നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കാണുമ്പോൾ ആ ഒരു പേജ് hscap.gov.in എന്ന് പറയുന്ന ഈ സൈറ്റിൽ എത്തുമ്പോഴേ നമുക്ക് ഇതൊക്കെ ആവശ്യം വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ ബോണസ് പോയിന്റ് ഉണ്ട്, ഗ്രേസ് മാർക്ക് ഉണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ക്ലബ് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ സ്വിമ്മിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും ഭാവിയിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യം വരാം. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യം വരാം. ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ അക്ഷയയിൽ തിരക്കാവുന്നതിന് മുമ്പ് എടുത്തു വെച്ചോ. ഓക്കെ, ചില കുട്ടികളുണ്ട് അലോട്ട്മെൻറ്റിൻ്റെ തിരക്ക് എന്തായാലും അക്ഷയ സെൻറ്ററിൽ ഉണ്ടാവും. അത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടികളോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. അക്ഷയ സെൻറ്ററിൽ ഭയങ്കര തിരക്കായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അപേക്ഷ എന്താ പറയുക അവസാനത്തേക്കാവും, അല്ലെങ്കിൽ സൈറ്റ് സെർവർ ഡൗൺ ആയിട്ട് കൊടുക്കാൻ പറ്റാതെ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ തിരക്കില്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക, ഈ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി വെക്കുക. ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC ST കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ വികലാംഗ സർട്ടിഫിക്കറ്റുകളൊക്കെ സെറ്റാക്കി വെച്ചോ, നമുക്കത് അഡ്മിഷന് ആവശ്യം വരും. അപ്പോൾ ഇപ്പോൾ ഫ്രീ ആയിരിക്കും, അക്ഷയയിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, SSLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ജഗ പുകയായിരിക്കും, അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ഈ ഇത്തരം ഡോക്യുമെൻറ്റ്സ് ഒക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും അല്ലേ, നിങ്ങളുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള സർട്ടിഫിക്കറ്റുകൾ, ഇപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്, അതുപോലെ തന്നെ SPC, അതുപോലെ തന്നെ NCC NSS പോലെയുള്ള ലിറ്റിൽ ഗൈഡ്സ്, അല്ലെങ്കിൽ USS LSS പോലെയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ള ഒന്നുകൂടെ റീചെക്ക് ചെയ്തോ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക എടുത്തു വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിസ്സായി പോയിക്കണോ എന്നുള്ള കാര്യം ഒന്ന് റീചെക്ക് ചെയ്യുക. സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ ആവശ്യം വരും. എല്ലാത്തിൻ്റെയും അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി എടുത്തു വെക്കുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് എന്ത് ചെയ്യുക, അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഒരു 5-10 എന്ത് ചെയ്യുക, എടുത്തു വെക്കുക എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് ഭാവിയിൽ നഷ്ടമായാലൊക്കെ നിങ്ങളെ വളരെയധികം ഹെൽപ്പാവും എന്ത്, ഈ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യം ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ SSLC റിസൾട്ട് വരുന്ന ദിവസം എല്ലാവരും ഹാപ്പി ആയിട്ട് ആ റിസൾട്ട് നോക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ചാനലിലൂടെയും നമ്മൾ അതുപോലെ തന്നെ +1 സയൻസിൻ്റെ ചാനലായിരിക്കും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക തരുന്നുണ്ടാവും. അലോട്ട്മെൻറ്റ് ബന്ധപ്പെട്ട് എന്ത് വിവരം വന്നാലും ഷമീം സാർ ആദ്യം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നുള്ള ന്യൂസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തുറന്ന് തന്നെ താഴെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.